ആക്രമിച്ച കേസിൽ കോടതി വിധിക്കെതിരെ തുറന്നടിച്ച് അതിജീവിത. വിചാരണ കോടതിയെ വിമർശിച്ച് ആദ്യ പ്രതികരണം. നിയമത്തിന് മുന്നിൽ ഈ രാജ്യത്തെ എല്ലാ പൌരരും തുല്യരല്ലെന്ന് കോടതി വിധി തെളിയിക്കുന്നുവെന്നാണ് പോസ്റ്റ്. വിധി തന്നെ അത്ഭുതപ്പെടുത്തുന്നില്ല. വിചാരണ കോടതിയിൽ വിശ്വാസമില്ല എന്ന് അതിജീവിത ഈ പോസ്റ്റിലും ആവർത്തിക്കുകയാണ്. ഒന്നാം പ്രതിയെ തനിക്ക് മുൻ പരിചയമുണ്ടെന്നതുൾപ്പെടെയുള്ള നുണപ്രചാരണങ്ങൾ അവസാനിപ്പിക്കണമെന്നും അതിജീവിത എഴുതുന്നു. വിവരങ്ങളുമായി ആർ റോഷിപാലും സായ്കുമാറും ടി വി പ്രസാദും സജോദേവ്. ഹായ് ഗൈസ്, ഫൈനലി കുറെ ദിവസമായി ഞാൻ കാത്തിരുന്ന ഒരു സാധനമാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. ഞാൻ അതിജീവിതയുടെ ഇൻസ്റ്റഗ്രാം പേജും അതുപോലെ മഞ്ജു വാര്യറുടെ ഇൻസ്റ്റഗ്രാം പേജും ഫ്രീക്വന്റ്ലി ഞാൻ നോക്കുമായിരുന്നു. കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പല ആൾക്കാരും വന്ന് റെസ്പോണ്ട് ചെയ്തെങ്കിലും ഇവരുടെ രണ്ടുപേരുടെ സൈഡിൽ നിന്നും ഒരു റെസ്പോൺസും ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് രണ്ടുപേരും റെസ്പോണ്ട് ചെയ്ത് വന്നിരിക്കുകയാണ്. ഇപ്പം രണ്ടുപേരുടെ റെസ്പോൺസും എനിക്കറിയാം. നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവും, ഈ റെസ്പോൺസ് വായിച്ചിട്ടുണ്ടാവും. കുറെ പേര് ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തു. ഞാൻ കുറച്ച് ലേറ്റ് ആയി ആസ് യൂഷ്വൽ. പക്ഷെ എനിക്കറിയാം ഇതിനെപ്പറ്റി മേ ബി എന്റെ സൈഡിലെ വ്യൂ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് ആൾക്കാരെങ്കിലും ഇതിലുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ എടുക്കുന്ന ഒരു വീഡിയോ ആണിത്. രണ്ടാളുടെ റെസ്പോൺസിലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എന്തൊക്കെയാണോ ഞാൻ പറഞ്ഞിട്ടുള്ളത് ആ സാധനങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എന്റെ വീഡിയോ കണ്ടതിന് ശേഷം കുറെ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്, എടാ നീ ആ കേസിന്റെ പതിപ്പ് നോക്ക്, അല്ലെങ്കിൽ കൾപ്രിറ്റ് ഈ പെർട്ടിക്കുലർ വ്യക്തിയല്ല, ഇതിന് ഇങ്ങനെ ഒരു സാധനല്ലേ, പൾസർ സുനി അത് ചെയ്തില്ലേ, അന്നേരം ഇവിടെ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അവരെവിടെ പോയി, ഇവരെവിടെ പോയി, ഇവരെന്താക്കുക, ഇങ്ങനെ കുറെ സാധനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊക്കെ ഞാൻ പറഞ്ഞത്, ഒരു സാധാരണ വ്യക്തി എന്ന നിലയിൽ ഇത്രയും കൊല്ലം കേസ് കണ്ടതിൽ കൂടെ എനിക്ക് മനസ്സിലായിട്ടുള്ള എന്റെ സത്യമാണ് ഞാൻ വീഡിയോ കൂടെ പറയുന്നത്. ചിലപ്പോൾ ആ സത്യം തെളിയിക്കാൻ എന്റെ കയ്യിൽ എക്സാക്ട് തെളിവ് ഉണ്ടാവണം എന്നില്ല, പക്ഷെ ഞാൻ സത്യമാണ് പറയുന്നത് എന്ന രീതിയിലാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത്. പക്ഷെ ആ സത്യമാണെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു പോസ്റ്റ് തന്നെയാണ് നമ്മുടെ അതിജീവിതയുടെ സൈഡിൽ നിന്നും മഞ്ജു വാര്യറുടെ സൈഡിൽ നിന്നും വന്നത്. അപ്പൊ ഡിസ്ക്ലെയിമർ എന്ന നിലയിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഒരു വലിയ മൊന്തയുണ്ട്. ഈ മൊന്തയിൽ നല്ല ചുക്കുവെള്ളമാണുള്ളത്, നല്ല ചൂടുവെള്ളമാണ്. ഇവിടുത്തെ കാലാവസ്ഥ നല്ല തണുപ്പാണ്. നല്ല തണുപ്പ് എന്ന് വെച്ചാൽ ഞാൻ പൊതുവെ സെക്ടർ ഇട്ടുകൊണ്ട് നിന്ന് സെക്ടർ ഇട്ടിട്ടാണ് ഇപ്പൊ വീഡിയോ എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇടയ്ക്ക് സംസാരിക്കുമ്പോൾ എന്റെ സൗണ്ട് ഇങ്ങനെ അടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതിനൊരു എനർജി തരാൻ വേണ്ടിയിട്ടാണ് ഈ വെള്ളം. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഈ മൊന്തയിലുള്ള വെള്ളം കുടിക്കുന്നത് നമുക്ക് കാണാം. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ മഞ്ജു വാര്യറിന്റെ പോസ്റ്റിലോട്ട് പോകാം. ഈ രണ്ട് പോസ്റ്റും ഇരുന്ന് വായിച്ച് അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ന്യൂസിലോട്ട് പോകുന്നുള്ളൂ. സോ ഗൈസ്, എന്റെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കൂട്ടത്തിൽ ഷെയർ ചെയ്യാൻ, എന്റെ അതേ അഭിപ്രായം പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യാനും നിങ്ങൾ ആരും മറക്കണ്ട. സോ ഫസ്റ്റ് മഞ്ജു വാര്യറുടെ പോസ്റ്റ് വായിക്കാം കേട്ടോ. ബഹുമാനപ്പെട്ട കോടതിയോട് ആദരവുണ്ട്. സത്യം, ഞാൻ വീഡിയോ ചെയ്ത സമയത്തും കുറെ ആൾക്കാർ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, കോടതിയിൽ നിന്ന് വരുന്ന തീരുമാനമാണ് നമ്മളുടെ എത്രയൊക്കെ ആണെങ്കിലും നമ്മളുടെ ഒരു ലീഗൽ സിസ്റ്റം അല്ലെങ്കിൽ നമ്മളുടെ ഒരു നിയമ സംവിധാനത്തിന്റെ ഒരു ഫൈനൽ എന്ന് പറയുന്ന കോടതിയാണ്. അപ്പൊ കോടതി എടുത്തിട്ടുള്ള തീരുമാനം എന്ന് പറയുന്നത് അറ്റ് ദി എൻഡ് ആണ്. അപ്പൊ ആ തീരുമാനത്തെ റെസ്പെക്ട് ചെയ്യണം എന്നാണ് എന്നോട് പറഞ്ഞത്. സോ അത് തന്നെ മഞ്ജു വാര്യർ ഇവിടെ പറയുന്നു, ബഹുമാനപ്പെട്ട കോടതിയോട് ആദരവുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ നീതി പൂർണ്ണമായി നടപ്പായി എന്ന് പറയാനാവില്ല. കാരണം കുറ്റം ചെയ്തവർ മാത്രമേ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ. ഇത് ആസൂത്രണം ചെയ്തവർ അതാരായാലും അവർ പുറത്ത് പകൽ വെളിച്ചത്തിലുണ്ട് എന്നത് ഭയപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ ഫസ്റ്റ് തൊട്ടിട്ട് നമ്മളുടെ ദിലീപ് എന്ന് പറയുന്ന വ്യക്തി ശിക്ഷ കഴിഞ്ഞ് വിധി വന്ന് പുറത്തിറങ്ങിയതിനു ശേഷം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, എന്റെ നേരെ കേസ് വരാനുള്ളതിന്റെ ഒരു മെയിൻ കാരണം എന്റെ ആദ്യ ഭാര്യ മഞ്ജു വാര്യർ വന്ന് പറഞ്ഞതിന്റെ പുറത്താണ് എന്നാണ്. ആ പീസ് എടുത്തു വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, മഞ്ജു വാര്യർ എന്ന് പറയുന്ന ഒരു വ്യക്തി ദിലീപിന്റെ പേര് പറഞ്ഞിട്ടില്ല. ഇതിന്റെ പിന്നാമ്പുറം കുറച്ച് ആൾക്കാരുണ്ട്, അവരെ കണ്ടുപിടിക്കണം എന്നാണ്. ഇപ്പോഴും മഞ്ജു വാര്യർ ഇത് തന്നെയാണ് പറയുന്നത്. ഞാനും ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. പൾസർ സുനി എന്ന് പറഞ്ഞ വ്യക്തിയും ഈ 6 ആളും കൂടെ ചേർന്ന് നിന്ന് നടിയുടെ അടുത്ത് ഈ തരത്തിലുള്ള ഒരു ആക്രമണം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ബാക്കിൽ ആരോ ഒരാളുണ്ട്. ആരോ ഒരാൾ കൊടുത്ത കൊട്ടേഷന്റെ പുറത്താണ് ചെയ്തത്. അത് മാഡം ആവാം, അല്ലെങ്കിൽ ആരും ആവാം. അപ്പൊ ആ ആളെയും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ആ ആളെയും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? പുറത്തു കൊണ്ടുവരണം. എന്നാൽ മാത്രമല്ലേ ഇത് കംപ്ലീറ്റ് ആവൂ. അപ്പോഴല്ലേ ശരിക്കും എന്ന് പറഞ്ഞാൽ അയാളെയല്ലേ ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. കാരണം അടങ്ങിയിരുന്ന പൾസർ സുനീനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അയാൾക്ക് പൈസ കൊടുത്തിട്ട് ഈ പണി ചെയ്യിപ്പിച്ചത് അയാളല്ലേ. ഫസ്റ്റ് ശിക്ഷ പോണ്ട അയാൾക്കല്ലേ. അപ്പൊ അതവിടെ പറഞ്ഞിട്ടുള്ളത്. അതിജീവിതയ്ക്ക് നീതി കിട്ടണമെങ്കിൽ അയാളെയും കൂടെ കണ്ടെത്തണം. കാരണം അയാളിപ്പോ പുറത്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിജീവിതയ്ക്ക് എങ്ങനെയാ നീതി കിട്ടുക? കാരണം അയാൾ പറഞ്ഞതനുസരിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തതെങ്കിൽ അയാൾ ഇനിയും എന്തൊക്കെ ചെയ്യില്ല എന്ന് ആർക്കറിയാം? എന്തൊക്കെ ചെയ്തു കൂട്ടാം, എന്തൊക്കെ കാണിക്കാം.
ഇനി അയാളുടെ കയ്യിൽ ഈ വീഡിയോസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അയാൾ എന്തൊക്കെ ചെയ്യില്ല നമുക്ക് പറയാൻ പറ്റില്ല. അയാൾക്ക് എന്തും കാണിക്കാം, അയാൾക്ക് എന്തും ചെയ്യാം. അപ്പൊ ഇവിടെ ഈ പറയുന്ന സാധനത്തിനോട് ഒരു തെറ്റുമില്ല, ഒരു റോങ്ങുമില്ല. ഇവരത് ചെയ്യിപ്പിച്ച് ആസൂത്രണം ചെയ്തിട്ടുള്ള ആരാണെങ്കിലും അയാളെയും കൂടെ പിടിക്കണം എന്നുള്ളത് ഒരു കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അതിലൊരു കുറ്റമില്ല. ഞാനും എന്നെയാ പറയുന്നത്. അവർ കൂടി ശിക്ഷിക്കപ്പെട്ടാലേ അതിജീവിതയ്ക്ക് നീതി പൂർണ്ണമാവുകയുള്ളൂ. അതെന്നെ ഞാനും പറഞ്ഞത്. അവരും കൂടെ ശിക്ഷിക്കപ്പെടണം. കാരണം അവരാണ് ഇതിന് ഉള്ളിൽ മെയിനായി കളിച്ചത്. അവർക്കും കൂടെ കിട്ടിയാൽ മാത്രമേ അതിജീവിതയ്ക്ക് എന്ത് കിട്ടൂ, ഒരു ആൾ അനുഭവിച്ചതിനുള്ള ഒരു ഇത് കിട്ടൂ. ഇനി എന്തൊക്കെ കിട്ടിയാലും അനുഭവിച്ചതിന് പകരാവില്ല. എന്നാലും എന്നോട് ഇത്രയും മോശം ചെയ്ത ആൾക്കാർക്ക് ഇങ്ങനെ ഒന്ന് കിട്ടിയല്ലോ എന്നെങ്കിലും ചിന്തിക്കാൻ സാധിക്കും. പോലീസിനും നിയമ സംവിധാനത്തിലും ഞാൻ ഉൾപ്പെടെയുള്ള സമൂഹത്തിനുള്ള വിശ്വാസം ദൃഢമാക്കാൻ അതുകൂടി കണ്ടെത്തിയേ തീരൂ. ഇത് അവൾക്ക് വേണ്ടി മാത്രമല്ല, ഈ നാട്ടിലെ ഓരോ പെൺകുട്ടികൾക്കും ഓരോ സ്ത്രീകൾക്കും ഓരോ മനുഷ്യർക്കും കൂടി വേണ്ടിയാണ്. അവർക്ക് തൊഴിലിടങ്ങളിലും തെരുവിലും ജീവിതത്തിലും സധൈര്യം തല ഉയർത്തിപ്പിടിച്ച് ഭയപ്പാടില്ലാതെ നടക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായേ തീരൂ. അപ്പൊ ഇതാണ് പറയുന്നത്. കാരണം നമ്മൾ പോലീസ് എന്ന് പറയുന്ന സിസ്റ്റം, അല്ലെങ്കിൽ അതിന്റെ മുകളിലുള്ള കോടതി എന്ന് പറയുന്ന സിസ്റ്റത്തിനെയൊക്കെ നമ്മൾ കാണുന്നത് നമ്മൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നമ്മളെ സംരക്ഷിക്കാനുള്ള ഒന്നാണ് എന്നാണ്. അത് ആ ഒരു സംരക്ഷണം കിട്ടിയില്ലെങ്കിൽ ഇവർ നമ്മളുടെ മുകളിൽ നിന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. അല്ലെ ഇവരെന്ന് പറയുന്ന ഒരു വ്യക്തിനെ നമ്മളൊന്നുമായി കാണില്ല. ഇവിടെ ഈ കേസിന് വേണ്ടതായ ഒരു നീതി വരുമ്പോഴേ ബാക്കിയുള്ള ആൾക്കാർക്കും ഈ തോന്നൽ വരും. ഞാൻ തന്നെ എന്റെ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമാണ്. ഒരു ഫെയിമിൽ നിൽക്കുന്ന ഒരു നടിക്ക് നേരെ ഉണ്ടായിരുന്ന ഈ വിഷയം, ഇതിന്റെ പുറകെ ഒരുപാട് നടിമാരും ഒരുപാട് സെലിബ്രിറ്റി ഫെയിമിലുള്ള ആൾക്കാരും എന്തായാലും നല്ല നല്ല വക്കീലിനെ വെച്ചിട്ട് പൈസ കൊടുത്തുകൊണ്ട് വാദിച്ചിട്ട് പോലും നീതി കിട്ടുന്നില്ല. അങ്ങനെയാണെങ്കിൽ സാധാരണക്കാരന് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ എന്ത് നീതി കിട്ടും? ഏത് കോടതി ഇതിന്റെ കൂടെ ഉണ്ടാവും? ഈ ചോദ്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഇനിയും സമൂഹത്തിൽ എല്ലാവർക്കും ഇറങ്ങണം, ഇനിയും എല്ലാവർക്കും പോണം, എല്ലാവർക്കും ഈ ലോകത്ത് ജീവിക്കണം. പൾസർ സുനി പോലെ വേറൊരു സുനിയും വേറൊരു ഗ്രൂപ്പും വേറൊരു വണ്ടിയും ഉണ്ടാവരുത്. അതിന് വേണ്ടിയിട്ടെങ്കിലും ഈ നിയമം സ്ട്രോങ് ആയിട്ട് വേണമെന്നാണ് പറഞ്ഞത്. നല്ലൊരു പോസ്റ്റാണ്. അന്നും ഇന്നും എന്നും അവൾക്കൊപ്പം മഞ്ജു വാര്യർ എന്ന് പറഞ്ഞിട്ടാണ്. അതിനുശേഷം നമ്മുടെ അതിജീവിത ആളുടെ ഇൻസ്റ്റഗ്രാം പേജിലും പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. പോസ്റ്റ് ആള് 2 ലാംഗ്വേജിൽ ഇട്ടിട്ടുണ്ട്, ഇംഗ്ലീഷിലും മലയാളത്തിലും ഇട്ടിട്ടുണ്ട്. ഞാൻ മലയാളത്തിലുള്ള പോസ്റ്റ് നമുക്ക് വായിക്കാം. അതാവുമ്പം ഞാൻ പിന്നെ വീണ്ടും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഡിസംബർ 12, 2025 ഇന്നിടുന്ന പോസ്റ്റാ. 8 വർഷം 9 മാസം 23 ദിവസങ്ങൾ ഏറ്റവും വേദനാജനകമായ ഈ യാത്രയുടെ അവസാനം എന്നോണം വെളിച്ചത്തിന്റെ നേരായ ഒരു കണിക ഞാൻ കാണുന്നു. പ്രതികളിൽ 6 പേർ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. എന്റെ വേദനകളെ നുണയെന്നും ഈ കേസ് കെട്ടിച്ചമച്ച കഥയെന്നും പരിഹസിച്ചവർക്കായി ഞാൻ ഈ വിധിയെ സമർപ്പിക്കുന്നു. നിങ്ങളിപ്പോൾ അല്പം ആശ്വാസം കിട്ടുന്നുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. സത്യമാണ്. കാരണം ഒരു പെൺകുട്ടി വന്ന് അവള് നേരിട്ടിട്ടുള്ള എന്ത് പ്രശ്നം പറയുകയാണെങ്കിലും ആദ്യത്തെ ഒരു റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഇല്ല, അങ്ങനെ ഒരു സംഭവം ഇല്ല, അത് അങ്ങനെയായിരിക്കില്ല ഇങ്ങനെയായിരിക്കില്ല എന്നാണ്. ഇവിടെ ഈ അതിജീവിതയ്ക്ക് ഓപ്പോസിറ്റ് നിന്നത് അതിലും പവർഫുൾ ആയിട്ടുള്ള വ്യക്തിയാവുമ്പം അതിജീവിതയ്ക്ക് നേരെ വരുന്ന സൈബർ അറ്റാക്കും സിനിമാ ലോകത്തിലെ അറ്റാക്കും നാട്ടുകാരുടെ വർത്താനവും ഡയലോഗും എന്താന്നുള്ളതൊക്കെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അതാ പറഞ്ഞത്, ഞാൻ അനുഭവിച്ചതിനുള്ള 6 ആൾക്കെങ്കിലും ശിക്ഷ കിട്ടിയല്ലോ എന്നുള്ളൊരു ഇതുണ്ട്. അതുപോലെ 1-ാം പ്രതി എന്റെ പേഴ്സണൽ ഡ്രൈവർ ആയിരുന്നു എന്ന് ഇപ്പോഴും പറയുന്നവരോട് അത് ശുദ്ധമായ നുണയാണ്. അയാൾ എന്റെ ഡ്രൈവറോ എന്റെ ജീവനക്കാരനോ എനിക്ക് ഏതെങ്കിലും രീതിയിൽ പരിചയമുള്ള വ്യക്തിയോ അല്ല. 2016 ഞാൻ വർക്ക് ചെയ്ത ഒരു സിനിമയ്ക്ക് വേണ്ടി പ്രൊഡക്ഷനിൽ നിന്നും നിയോഗിക്കപ്പെട്ട ഒരാൾ മാത്രമാണ് അയാൾ. ഈ ക്രൈം നടക്കുന്നതിന് മുൻപോ 2 തവണ മാത്രമാണ് ഞാൻ അയാളെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ദയവായി നിങ്ങൾ നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് കഥകൾ പറയുന്നത്. അതെനിക്കറിയില്ല, ഞാൻ പേഴ്സണലി ഈ ഒരു സാധനം കേട്ടിട്ടില്ല. മാർട്ടിൻ ഡ്രൈവറാന്നുള്ള കാര്യം അറിയാം. പൾസർ സുനി എന്ന് പറയുന്ന വ്യക്തി ഒരു സിനിമയുടെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഗോവ വരെ വണ്ടി ഓടിച്ചു പോയി എന്നും അവിടെ വെച്ചിട്ട് ഇവരുമായിട്ട് എന്തോ കണ്ടിട്ടുണ്ടെന്നോ സംസാരിച്ചിട്ടുണ്ട് എന്നൊക്കെ നമ്മുടെ മരിച്ചു പോയിട്ടുള്ള സംവിധായകൻ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇനി ആരെങ്കിലും അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് വെറും തെറ്റാണെന്നേ പറയാനുള്ളൂ. നിരന്തരമായ വേദനകൾക്കും കണ്ണീരിനും കടുത്ത മാനസിക സംഘർഷങ്ങൾക്കും ഒടുവിൽ ഞാൻ ഇപ്പോൾ തിരിച്ചറിയുന്നു, നിയമത്തിന്റെ മുൻപിൽ ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരും തുല്യരല്ല. വളരെ പവർഫുൾ ആയിട്ടുള്ള സാധനമാണ്. നമ്മൾ എന്താ പറയുന്നത്, ഈക്വാലിറ്റി. എല്ലാവരും ഈക്വൽ ആണ്, എല്ലാവർക്കും ഈക്വൽ ആയിട്ടാണ് കാണുന്നത്. അവിടെ ജാതി മതം
സാമ്പത്തികം ഒന്നുമില്ല എന്ന് നമ്മൾ വളരെ ബഹുമാനത്തോടു കൂടി പറയുന്ന നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് ഒക്കെ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി അതിജീവിതം എന്ന് പറയാണ് എല്ലാവരും തുല്യരല്ല എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിച്ചേ എന്നുള്ളത് കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലാവും. എന്ന് വെച്ചാൽ എനിക്ക് വേണ്ട നീതി എനിക്ക് കിട്ടിയിട്ടില്ല, എനിക്ക് കിട്ടേണ്ട നീതി എന്തൊക്കെയോ കാരണത്താൽ അത് പോയിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. തിരിച്ചറിവ് നൽകിയതിന് നന്ദി. ഉയർന്ന നീതി ബോധമുള്ള നിയമാധിപർ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. സർക്കാസ്റ്റിക്കലി പറഞ്ഞതാണ്. ഈ യാത്രയിൽ അത്രയും കൂടെ നിന്ന മനുഷ്യത്വമുള്ള സകല മനുഷ്യരെയും ഞാൻ നന്ദിയോടെ ചേർത്ത് പിടിക്കുന്നു. അതുപോലെ അധിക്ഷേപകരമായ കമന്റുകളും പണം വാങ്ങിയുള്ള നുണക്കഥകളും ഉപയോഗിച്ച് എന്നെ ആക്രമിക്കുന്നവരോട് നിങ്ങൾ അത് തുടരുക. അതിനാണ് നിങ്ങൾ പണം വാങ്ങിയിരിക്കുന്നത്. പവർഫുൾ ഡയലോഗ്. ഈ ട്രയൽ കോടതിയിൽ എന്റെ വിശ്വാസം നഷ്ടപ്പെടാൻ കാരണമായ കാര്യങ്ങൾ. അപ്പം ഈ കോടതിയിൽ ആളുടെ വിശ്വാസം എന്ന് വെച്ചാൽ ആളുടെ സൈഡിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ പറയാം. ആദ്യത്തെ പോയിന്റ്, ഈ കേസിൽ എന്റെ അടിസ്ഥാന അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടില്ല. ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായ മെമ്മറി കാർഡ് കോടതി കസ്റ്റഡിയിൽ ഉണ്ടായിരിക്കെ 3 തവണ അനധികൃതമായി തുറന്നുവെന്നും പരിശോധിച്ചുവെന്നും കണ്ടെത്തി. എന്ന് വെച്ചാൽ ഇതിലെ മെയിൻ തെളിവായിട്ടുള്ള മെമ്മറി കാർഡ് 3 തവണ തുറന്ന് പരിശോധിച്ചു. എന്തിന് വീഡിയോ കാണാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ആ വീഡിയോയില് എന്തെങ്കിലും ആ കൊട്ടേഷൻ തന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ടിട്ട് ഡയലോഗോ സ്റ്റേറ്റ്മെന്റോ പറയുന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടോ, അതിന് വേണ്ടിയിട്ടാണോ ഈ ഒരു സാധനം ചെയ്തത്? 3 തവണ അത് തുറന്നു. രണ്ടാമത്തത്, ഈ കേസിൽ ആദ്യം എത്തിയത് 2 പബ്ലിക് പ്രോസിക്യൂട്ടർമാർ കോടതിയിലെ അന്തരീക്ഷം പ്രോസിക്യൂഷനോട് ശത്രുതപരമായി പെരുമാറുന്നതായി വ്യക്തമാക്കിക്കൊണ്ട് രാജിവെച്ചു. അവർ ഇരുവരും എന്നോട് വ്യക്തിപരമായി പറഞ്ഞത് ഈ കോടതിയിൽ നിന്ന് നീതി പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ്. അവർക്ക് ഈ കോടതിയിൽ പക്ഷാപാതമുണ്ടെന്ന് തോന്നൽ ഉറപ്പാക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആദ്യം ഈ കേസ് നോക്കാൻ വന്ന പബ്ലിക് പ്രോസിക്യൂട്ടർ വന്നിട്ട് പറഞ്ഞിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, മോളെ നിനക്ക് ഇതിൽ നീതി കിട്ടൂല, കാരണം നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും ഇവർ കേൾക്കാൻ പോകുന്നില്ല, ശ്രദ്ധിക്കാൻ പോകുന്നില്ല, വെറും പക്ഷഭേദമാണുള്ളത് എന്നാണ് പറഞ്ഞത്. അപ്പം ബാധിക്കാൻ വന്ന ആൾക്ക് തന്നെ മനസ്സിലായി, ഒറ്റ ടേക്ക് 9 മിനിറ്റ്, അതാ വാദിക്കാൻ വന്ന ആൾക്ക് തന്നെ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി നീതി ഒന്നും കിട്ടാൻ പോകുന്നില്ല. കാരണം എന്താ? ഇത്രയേ ഉള്ളൂ, പക്ഷാഭേദം. അതിൽ നിന്നും ഊർത്തം. 3, മെമ്മറി കാർഡ് അനധികൃതമായി കൈകാര്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് ഞാൻ പലതവണ ആവശ്യപ്പെട്ടു. എന്നാൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും നൽകിയിരുന്നില്ല. പിന്നീട് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം മാത്രമാണ് നൽകപ്പെട്ടത്. അപ്പൊ മെമ്മറി കാർഡ് എന്ന് പറയുന്ന സാധനം ഈ 3-4 തവണ ഓപ്പൺ ചെയ്തു എന്ന് പറഞ്ഞപ്പം അതുമായി ബന്ധപ്പെട്ട് കേസ് കൊടുത്തെങ്കിൽ ഇവര് മൈൻഡ് ചെയ്തില്ല. എങ്ങനെയാ മൈൻഡ് ചെയ്യുക? മൈൻഡ് ചെയ്താൽ ആര് ഓപ്പൺ ചെയ്തു, എങ്ങനെ ഓപ്പൺ ചെയ്തു, ഓപ്പൺ ചെയ്തിട്ട് എന്താ ചെയ്തത്, എന്തൊക്കെ മാറ്റങ്ങൾ വന്നു, ഇതൊക്കെ പറയണ്ടേ? ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് ആകെ പ്രശ്നമാവുമല്ലോ. ലാസ്റ്റ് ഹൈക്കോടതിയിൽ എത്തിയപ്പോഴാണ് ഇവരൊന്ന് ഒതുങ്ങിയത്. ഞാനൊരു ന്യായമായ വിചാരണയ്ക്കായി ജഡ്ജിനെ മാറ്റണമെന്ന് ഹർജിയുമായി ഫൈറ്റ് ചെയ്യുമ്പോൾ പ്രതിഭാഗം ഇതേ ജഡ്ജി തന്നെ ഈ കേസ് തുടർന്നും പരിഗണിക്കണമെന്ന ആവശ്യവുമായി ഹർജിയിൽ കക്ഷി ചേർന്നു. ഇതെന്റെ സംശയങ്ങൾക്ക് ബലം നൽകുന്നതാണ്. അതെ, കാരണം ആൾക്ക് ഈ ജഡ്ജിയിൽ കംഫോർട്ടബിൾ അല്ല. ഈവൻ പണ്ടത്തെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ജഡ്ജി വന്നു നിന്ന് പറയുന്നുണ്ട്, ഞാനാണ് ആ ചേംബറിൽ ഇരിക്കുന്നതെങ്കിൽ ഞാൻ ഒരിക്കലും ഈ 20 കൊല്ലം എന്നുള്ളത് കൊടുക്കില്ലായിരുന്നു എന്ന്. അപ്പൊ അതിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുണ്ട് ഈ ജഡ്ജിനെ അവിടെ ഇരുത്തേണ്ട വേറെ ഏതെങ്കിലും ജഡ്ജിനെ ഇരുത്തിയാൽ മതി. അതിനു വേണ്ടി നമ്മുടെ അതിജീവിത ഫോട്ടോ ചെയ്തെങ്കിലും ബാക്കിയുള്ളവർ പറഞ്ഞു ഇത് മാത്രം മതി എന്നാണ് പറഞ്ഞത്. എന്റെ ആശങ്കകൾക്കും അനുഭവങ്ങൾക്കും അറിയിച്ച് ബഹുമാനപ്പെട്ട രാഷ്ട്രപതിക്കും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്കും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിനും എനിക്ക് കത്തുകൾ അയക്കേണ്ടതായും വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇവരുടെ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഇവർക്ക് നീതി കിട്ടില്ല എന്ന് തോന്നിയ സമയത്ത് നമ്മളുടെ മുകളിലത്തെ ലെവലിൽ നിൽക്കുന്ന ആൾക്കാർക്ക് കത്തയച്ചു. എന്ന് വെച്ചാൽ തന്റെ കേസിൽ എന്തൊക്കെയൊക്കെയോ മാറ്റങ്ങൾ വരുന്നുണ്ട്, താൻ ഉദ്ദേശിച്ചതുപോലെയല്ല ഈ കേസ് പോകുന്നത് എന്ന് കൺഫേം ആയി. അപ്പൊ അവർക്ക് കത്തയച്ചു. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക്, ബാക്കിയുള്ളവർ എന്താ അതിൻ്റെ ഉള്ളിൽ കിടന്ന് കളിക്കുന്നേന്ന്? പക്ഷാഭേദം. ഈ കേസിന്റെ നടപടികൾ ഓപ്പൺ കോടതിയിൽ പൊതുജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും നേരിട്ട് കാണാൻ കഴിയുന്ന രീതിയിൽ നടത്തണമെന്ന് ഞാൻ ഈ കോടതിയോട് ആവശ്യപ്പെട്ടു. എന്നാൽ ആ അപേക്ഷയും തീർത്തും
ഒഴിവാക്കിയെന്ന്. അപ്പൊ ഈ ഓപ്പൺ കോർട്ട്, ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ അബ്യൂസീവ് കേസൊന്നും ഓപ്പൺ കോർട്ടിൽ വെച്ചിട്ട് ശരിക്കും ചെയ്യില്ല. പക്ഷെ ഇത് ശരിക്കും ഓപ്പൺ കോർട്ടിൽ ചെയ്യുന്നതിന് തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാനും വീഡിയോയിൽ അതിജീവിത എന്നാണ് പറയുന്നതെങ്കിലും എന്റെ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ആരാണ് ഈ അതിജീവിത എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനിപ്പോ ഓപ്പണിലാണെങ്കിലും എന്തിലാണെങ്കിലും ഈവൻ കുട്ടികൾ തൊട്ടിട്ട് വലിയ ആൾക്കാർക്ക് വരെ ഈ കേസിൽ നടന്നത് എന്താന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. വളരെ എന്ന് വെച്ചാൽ വളരെ ക്ലിയർ ആയിട്ട് അറിയാം. അപ്പൊ അത് ആളുടെ ഒരു താല്പര്യമാണ്, ആളാണ് പറയുന്നത്. അപ്പൊ ആള് തന്നെ വളരെ ഓപ്പൺ ആയി പറയാണ് ഓപ്പൺ കോർട്ടിൽ വെച്ചോ എനിക്ക് കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ പിന്നെ അത് ചെയ്യുന്നതിന് എന്താ പ്രശ്നം? അപ്പൊ വളരെ ക്ലിയർ ആയിട്ട് നടി നേരിട്ടിട്ടുള്ള പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതിജീവിതയ്ക്കൊപ്പം ഇന്നാള് ഞാനൊരു വീഡിയോ കണ്ടതാണ്, ഇപ്പൊ ഒരു സാധനം വന്നിട്ടുണ്ട് അതിജീവിതയ്ക്കൊപ്പം, പിന്നെ ഞങ്ങളൊക്കെ ആർക്കൊപ്പാണ്. അതിജീവിതയ്ക്കൊപ്പം എന്ന് പറയുമ്പോൾ അതിജീവിത ഇവിടെ പോയിന്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങൾക്കും റെസ്പോൺസിബിൾ ആണ്. ഓരോ കാര്യങ്ങൾക്കും മറുപടി കൊടുക്കണം, ഓരോ കാര്യങ്ങൾക്കും ആൾക്ക് വേണ്ട കാര്യങ്ങൾ കിട്ടണം. അത് കിട്ടാത്തിടത്തോളം കാലം ഞാനും അതിജീവിതയ്ക്കൊപ്പം എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ടുകൊണ്ട് ഒരു കാര്യമില്ല. ഇനി ന്യൂസിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. നടിയെ ആക്രമിച്ച കേസിൽ കോടതി വിധിക്കെതിരെ തുറന്നടിച്ച അതിജീവിത വിചാരണ കോടതിയെ വിമർശിച്ച് ആദ്യ പ്രതികരണം. നിയമത്തിന് മുന്നിൽ ഈ രാജ്യത്തെ എല്ലാ പൌരരും തുല്യരല്ലെന്ന് കോടതി വിധി തെളിയിക്കുന്നുവെന്നാണ് പോസ്റ്റ്. വിധി തന്നെ അത്ഭുതപ്പെടുത്തുന്നില്ല. വിചാരണ കോടതിയിൽ വിശ്വാസമില്ല എന്ന് അതിജീവിത ഈ പോസ്റ്റിലും ആവർത്തിക്കുകയാണ്. ഒന്നാം പ്രതിയെ തനിക്ക് മുൻ പരിചയമുണ്ടെന്നതുൾപ്പെടെയുള്ള നുണപ്രചാരണങ്ങൾ അവസാനിപ്പിക്കണമെന്നും അതിജീവിത എഴുതുന്നു. വിവരങ്ങളുമായി ആർ ഋഷിപാലും സായ്കുമാറും ടി വി പ്രസാദും സജോ ദേവസ്യയും നമുക്കൊപ്പം ചേരുകയാണ്. ആർ ഋഷിപാൽ, അവൾക്കൊപ്പം ഉറച്ചുനിന്ന നമുക്ക് എല്ലാവർക്കും തന്നെ ഈ പോസ്റ്റ് കാണുമ്പോൾ വേദന തോന്നും. കാരണം ഇത്രയും കാലം അവൾ കടന്നുപോയ വേദനകളിന്മേൽ വിധി വന്ന ശേഷമുള്ള ആദ്യ പ്രതികരണം അതിൽ കൃത്യമായി തന്നെ പറഞ്ഞു വെക്കുകയല്ലേ എന്താണ് തനിക്ക് നേരിട്ട നീതി നിഷേധമെന്ന്? സുജയ കൃത്യമായി ഇതിൽ കാര്യങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട്. എന്തുകൊണ്ട് താൻ വിചാരണ കോടതിയിൽ താൻ വിശ്വാസം ഇല്ല എന്ന് അറിയിച്ചു, എന്തുകൊണ്ട് താൻ സുപ്രീം കോടതിയിലും ഒപ്പം തന്നെ ഹൈക്കോടതിയെയും സമീപിച്ചു, വിചാരണ കോടതിയെ മാറ്റണമെന്ന ആവശ്യം ഉയർത്തിയതിന്റെ കാരണമടക്കം പറയുന്നു. കാരണം ന്യായമായ വിചാരണയ്ക്കായി ജഡ്ജിയെ മാറ്റണമെന്ന ഹർജിയുമായി ഫൈറ്റ് ചെയ്യുമ്പോൾ പ്രതിഭാഗം ഇതേ ജഡ്ജി തന്നെ ഈ കേസ് തുടർന്നും പരിഗണിക്കണമെന്ന ആവശ്യവുമായി ഹർജിയിൽ കക്ഷി ചേർന്നു എന്നത്. ആദ്യത്തെ 2-3 സാധനങ്ങൾ ഞാൻ പറഞ്ഞ സാധനങ്ങൾ തന്നെയാ പറഞ്ഞത്, അത് വീണ്ടും പറയേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ ലാസ്റ്റ് പറഞ്ഞ ഈ അടച്ചിട്ട കോടതി, എനിക്കറിയാം ഇങ്ങനത്തെ അബ്യൂസീവ് കേസ് വരുമ്പം അടച്ചിട്ട കോടതിയിൽ തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷെ ഇത് അടച്ചിട്ട കോടതിയിൽ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം കുറെ കൊല്ലങ്ങളായിട്ട് എല്ലാ ജനങ്ങൾക്കും അറിയുന്ന കേസാണിത്, എല്ലാവർക്കും അറിയുന്ന ഒരു കേസാണ്. ഇത് അറിയാത്ത ആരാ ഉള്ളത്? അതിജീവിത ആരാന്ന് അറിയില്ലേ? അതിജീവിതനോട് ഇത് ചെയ്തത് ആരാന്ന് അറിയില്ലേ? എന്താ ചെയ്തതെന്ന് അറിയില്ലേ? വണ്ടിയിൽ വെച്ച് എന്താ സംഭവിച്ചതെന്ന് അറിയില്ലേ? എല്ലാം എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. പിന്നെ അതിജീവിത വളരെ വന്ന് പറയാണ് എനിക്ക് ഓപ്പൺ കോടതി മതി, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ഓക്കെ ആണ് എന്ന് അതിജീവിത പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആർക്കാണ് ഇവിടെ പ്രശ്നം? എന്ത് മറയാണ് വേണ്ടത്? എന്ത് മറയാണ് അതിജീവിതയുടെ കേസിലുള്ളത്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമർശനമാണ്. ഇതെന്റെ സംശയങ്ങൾക്ക് ഫലം നൽകുന്നു. എന്റെ ആശങ്കകളും അനുഭവങ്ങളും അറിയിച്ച ബഹുമാനപ്പെട്ട രാഷ്ട്രപതിക്കും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്കും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനും കത്തുകൾ അയക്കേണ്ടതായി വന്നു. ഈ കേസിൽ നടപടികൾ ഓപ്പൺ കോടതിയിൽ പൊതുജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും നേരിട്ട് കാണാൻ കഴിയുന്ന രീതിയിൽ നടത്തണമെന്ന് കോടതിയോട് ആവശ്യപ്പെട്ടു. എന്നാൽ ആ അപേക്ഷ തീർത്തും നിഷേധിക്കപ്പെട്ടു. ഈ അടച്ചിട്ട അതെ, ഓപ്പൺ കോടതി ആവണമായിരുന്നു. എന്നാൽ മാത്രമേ അതിന്റെ ഉള്ളിൽ വെച്ച് ഈ വാദിക്കുന്നവൻ എന്താണ് പറയുന്നതെന്നും മുകളിൽ ഇരുന്നുകൊണ്ട് ജഡ്ജി എന്താ പറയുന്നതെന്നുള്ളത് ആൾക്കാർക്ക് കേൾക്കാൻ പറ്റൂ. എന്തൊക്കെയാണ് ഇവിടെ കോൺവെർസേഷൻ ഉണ്ടായത്, എങ്ങനെയാണ് ഈ ആളോട് സംസാരിച്ചത്, അതിജീവിതനോട് സംസാരിച്ചതെന്ന് അറിയാൻ പറ്റൂ. അതിജീവിത തന്നെ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് തവണ കരഞ്ഞിട്ട് ഞാൻ ഇറങ്ങി വന്നിട്ടുണ്ട് എന്ന്. എന്റെ അടുത്ത് കുത്തി പല ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട് എന്ന്. ഇതൊക്കെ അറിയണം, ജനങ്ങൾ അറിയണം. അപ്പൊ മാത്രമേ മനസ്സിലാവും. ഇവൻ എന്റെ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ഇടുന്ന പല ആൾക്കാരും ഇതൊക്കെ കാണണം എന്നാണ് ഞാൻ പറയുന്നത്. കോടതി ഏത് ഘട്ടത്തിലും അതിജീവിതയ്ക്ക് സംരക്ഷണം ഒരുക്കുക എന്ന ഒറ്റ കാരണത്താലാണ് സുപ്രീം കോടതി അങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ലൈംഗിക അതിക്രമത്തിന്റെ ഇരകളാകുന്ന അതിജീവിതകൾക്ക് അവരുടെ സ്വകാര്യത പുറത്ത് അറിയാതിരിക്കാൻ വേണ്ടിയാണ് അടച്ചിട്ട കോടതിയിൽ വാദം നടക്കുന്നത്. അങ്ങനെ തന്റെ കേസിൽ തനിക്ക് നേരിട്ട ക്രൂരമായ പീഡനത്തിൽ ഒരു കാരണവശാലും അടച്ചിട്ട കോടതിയിൽ വാദങ്ങൾ കേൾക്കേണ്ടതില്ല. അത് തുറന്നിട്ട് പൊതുജനങ്ങൾ ഈ കോടതിയിൽ എന്താണ് നടക്കുന്നത് അറിയട്ടെ എന്ന ഒറ്റ കാരണത്താലാണ് താൻ എന്തൊക്കെയാണോ ആളതിൽ എഴുതിയിട്ടുള്ളത് ആ സാധനം തന്നെയാണ് ഈ ന്യൂസിൽ കംപ്ലീറ്റ് പറയുന്നത്. ഞാനത് വെക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി എന്തായാലും കുറച്ച് ദിവസം മീഡിയയിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് വലിയ ചർച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഏറ്റവും നല്ലത് എന്താ ചെയ്യാൻ പറ്റുന്നതെന്നറിയോ? അതിജീവിതം ഒരിക്കലും ഈ ജഡ്ജിയിൽ ഹാപ്പി അല്ല. അപ്പൊ ഈ ജഡ്ജിനെ അങ്ങ് മാറ്റുക.
എന്നിട്ട് വേറെ നല്ലൊരു ജഡ്ജിനെ എന്ത് ചെയ്യുക, ഇതിനെ കൊണ്ടുവരിക. നല്ല ജഡ്ജി എന്ന് വെച്ചാൽ ഉദ്ദേശിച്ചത് അതിജീവിതത്തിൽ ഹാപ്പി അല്ല, അപ്പോൾ ഓട്ടോമാറ്റിക്കലി വേറൊരു ജഡ്ജിനെ കൊണ്ടുവരിക. എന്നിട്ട് ഫസ്റ്റ് ടു ലാസ്റ്റ് വരെ ഒന്നും കൂടെ ഇത് പോട്ടെ. എന്തായാലും തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് ദിലീപിന് ഉറപ്പാണെങ്കിൽ, ദിലീപിന്റെ സൈഡിൽ ഒരു തെറ്റും ഇല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ വരും. ഇല്ലെങ്കിൽ നമ്മളാരും പേടിക്കേണ്ട ആവശ്യമില്ല, നമ്മളാരും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഓപ്പോസിറ്റിലെ ടീം ഈ ജഡ്ജി തന്നെ മതി എന്ന് പറഞ്ഞിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം നിങ്ങളുടെ ആള് വളരെ പെർഫെക്റ്റ് ആണെങ്കിൽ ഏത് ജഡ്ജി വന്നാലും പുറത്തിറങ്ങി വരുമല്ലോ. അപ്പം അതിജീവിതയാണ് ഇവിടെ കേസ് പോയിട്ടുള്ളത്. ആൾക്കാണ് നീതി കിട്ടേണ്ടത്. അപ്പൊ ആൾക്ക് നീതി കിട്ടേണ്ട സമയത്ത് ആൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് ചെയ്തു കൊടുക്കുക. അവിടെ ഈ കള്ളത്തരൊക്കെ കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ വേറൊരു സൈഡ് പിടിച്ചുകൊണ്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ മോശം ചെന്നിട്ടുള്ള ഒരു കാര്യമാണ്. എനിവേ ഇനിയുള്ള 2-3 ദിവസങ്ങളിൽ ഈ ഒരു പോസ്റ്റിനെ വെച്ചിട്ട് കീറി മുറിച്ച് എന്തൊക്കെ കുറ്റങ്ങളും എന്തൊക്കെ പറയുന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം. അതിന് റെഡിയായിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അതൊക്കെ എന്തായാലും നടക്കട്ടെ. സോ ഇതാണ് ഈ വിഷയത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ.